ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ത്രിയേക ദൈവത്തിന് സ്തുതി. 21-ാം നൂറ്റാണ്ടിലെ സിൽവർ ജൂബിലി ആയിരിക്കുന്ന ഈ വർഷം 2025 ആണ്ട് 50 നോമ്പ് കാലത്തിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ. ഈ കാലയളവ് നമ്മുടെ ആത്മീയ ജീവിതത്തിന് പുതുക്കവും ദൈവമുമ്പാകെ അനുതാപ ഹൃദയത്തോടുകൂടി നമ്മുടെ വചനധ്യാനം ഏറ്റവും അർത്ഥവത്വം അനുഗ്രഹമായി തീരുവാൻ ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓയൂർ സെന്റ് തോമസ് മാർത്തോമ ഇടവകയുടെ യുവജന സഖ്യത്തിന്റെ നേതൃത്വത്തിൽ ഈ വർഷവും സുകൃത വചനം എന്ന നാമധേയത്തിൽ 50 നോമ്പ് കാലത്ത് എല്ലാ ദിവസവും ഓൺലൈൻ ധ്യാന പരമ്പര അത് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണല്ലോ. കഴിഞ്ഞ വർഷം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ 50 നോമ്പ് കാലയളവിൽ സുകൃത വചനം നടത്തുവാൻ ദൈവം തമ്പുരാൻ ഇടവരുത്തിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം കരയേറ്റുന്നു. ഈ വർഷവും അപ്രകാരം ചെയ്യുവാൻ ദൈവം തമ്പുരാൻ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യുവജന സഖ്യത്തിൻ്റെ നേതൃത്വത്തിൽ ഇപ്രകാരം ചെയ്യുമ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള പ്രത്യേകമായ താല്പര്യം എന്തെന്ന് ചോദിച്ചാൽ, ഈ വചനം ശ്രവിക്കുന്ന അനേകർക്ക് ദൈവവചനത്തോട് ആഴമായ ആഭിമുഖ്യവും ആഴമായ പ്രാർത്ഥനാ ജീവിതത്തിന് പ്രചോദനം നൽകുക എന്നുള്ളത് മാത്രമാണ്. കൊട്ടാരക്കര പുനലൂർ ഭദ്രാസന അധ്യക്ഷനായിരിക്കുന്ന അഭിവന്യ ഡോക്ടർ തോമസ് മാർ തീത്തോസ് തിരുമേനിയുടെ ധ്യാനത്തിലൂടെ ഈ 50 ദിവസത്തെ നോമ്പ് കാലത്തിൻ്റെ യാത്ര ആരംഭിക്കുകയാണ്. സുകൃത വചനത്തിലൂടെ 50 വ്യത്യസ്തരായ വ്യക്തികളിലൂടെ വ്യത്യസ്തമായ വചനധ്യാനം. അത് ഹ്രസ്വമായ സമയ ദൈർഘ്യം മാത്രമേ ഉള്ളൂ എങ്കിൽ തന്നെ ആഴമായ ദൈവവചന പഠനത്തിന് അവസരമൊരുക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. ആയതിനാൽ നോമ്പിൻ്റെ അർത്ഥം പൂർണ്ണമായി അത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ ബലഹീനമായ തീരുമാനങ്ങൾ, ബലഹീനമായ ചുവടുവെപ്പുകൾ നടത്തിയതോർത്ത് അനുദപിച്ച് പുതിയ രൂപമായി ദൈവസന്നിധിയിൽ പ്രസാദാത്മകമായ ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആയതിനാൽ ഈ 50 ദിവസക്കാലത്ത് ഏറ്റവും ശക്തമായ ഒരു ആത്മീയ ജീവിതം നയിപ്പാനും അത് 50 ദിവസം കൊണ്ട് തീർന്നു പോകാതെ പിന്നെയോ ദൈവം തമ്പുരാൻ ആയുസ്സിൽ അനുവദിക്കുന്ന നാൾ വരെയും ദൈവമുമ്പാകെ പ്രകാശപൂർണമായ ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം ശ്രവിക്കുന്ന ഏവരെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. വചനം സംസാരിക്കുന്ന ഏവരെയും ദൈവം തമ്പുരാൻ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓയൂർ സെന്റ് തോമസ് മാർത്തോമ ഇടവക വികാരി എന്ന നിലയിൽ എല്ലാവരോടുമുള്ള പ്രത്യേകമായ ആശംസകളും പ്രാർത്ഥനകളും അറിയിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.